നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെ നോക്കിയത് ജസ്റ്റ് ഒരു റീക്യാപ്പ് തരാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നേരത്തെയുള്ള പഴയ വീഡിയോസ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എന്തുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യണം, എന്തുകൊണ്ടാണ് ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫെയിൽ ആവുന്നതിന് കാരണങ്ങൾ, എങ്ങനെ നമുക്കത് രക്ഷപ്പെടാം, അതുപോലെ ഇന്ത്യയിലെ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണ്, ഡിമാറ്റ് അക്കൗണ്ട് എന്താണ്, ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്, കമ്പനീസ് എന്തുകൊണ്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, സ്റ്റോക്ക് മാർക്കറ്റിലെ മിത്തുകൾ എന്തൊക്കെയാണ്, ഇൻവെസ്റ്റിംഗ് എന്താണ്, സ്പെക്കുലേറ്റിംഗ് എന്താണ്, ട്രേഡിംഗ് എന്താണ്, അതുപോലെ തന്നെ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിരുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ നമ്മുടെ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് NSEയിലാണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് പൊതുവായിട്ട് ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ NSEയുടെ സൈറ്റ് നോക്കുക. ആദ്യമായിട്ട് അതിനുവേണ്ടി NSEindia.com എന്ന് ടൈപ്പ് ചെയ്യുക. NSEindia.com ഇത്ര ടൈപ്പ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡാറ്റ വേണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡാറ്റ എല്ലാം കിട്ടും. പൈസ കൊടുത്ത് വേറെ സോഫ്റ്റ്വെയർ വഴി മേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നിഫ്റ്റി 50 ഉണ്ട്, നിഫ്റ്റി നെക്സ്റ്റ് 50 ഉണ്ട്, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഞാൻ ഇതിലൊന്ന് കാണിച്ചു പോകാം. ഫുള്ള് കാണിക്കാനുള്ള നേരം തികയാത്തതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സുകൾ ഞാൻ പരിചയപ്പെടുത്താം. അപ്പം നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ കാണാമല്ലോ, മൗസ് മൂവ് ചെയ്യുന്ന ഫസ്റ്റ് ഓപ്ഷൻ ചെയിൻ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്യൂച്ചർ ഓപ്ഷൻസിലൊക്കെ ചെയ്യുന്നവർക്കുള്ള ഓപ്ഷൻ ചെയിൻ ഡേറ്റകൾ കിട്ടുന്നതായിരിക്കും. ഓരോ സ്ട്രൈക്ക് പ്രൈസിനും എത്രയാണ് നിങ്ങളുടെ വില. അത് നിങ്ങൾ കോൾ ഓപ്ഷൻ എടുക്കുന്നവർക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ മതി, കോൾ ഓപ്ഷൻ കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ പുട്ട് എടുക്കുന്നവർക്കുള്ള ഓപ്ഷനും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കി കാണാം, ഇതാണ് കോൾ ഓപ്ഷൻ്റെ പ്രൈസുകൾ കാണിക്കുന്നത്. നിങ്ങളുടെ സ്ട്രൈക്ക് പ്രൈസ് 23,150 ആണ് എങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വില എത്രയാണെന്ന് ഇവിടെ കാണാം. ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് LTP. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചേഞ്ച് ഇവിടെ കാണാം, എത്ര വോളിയം ട്രേഡ് ചെയ്തു, അങ്ങനെയുള്ള ഡേറ്റകളെല്ലാം ഉണ്ട്. നിങ്ങൾ പുട്ടാണ് നോക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ പുട്ടിൻ്റെ ഡേറ്റകൾ ഫുള്ളുണ്ട്. ഇതാണ് ഒരെണ്ണം. അടുത്തതായിട്ട് നിങ്ങൾക്ക് IPO വരുന്ന IPO ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ IPO കണ്ടല്ലോ, ഈ IPOയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ IPO വരുന്നുണ്ട് എന്നറിയാൻ പറ്റും. ഇപ്പോൾ കറണ്ടിൽ ഒന്നും കാണിക്കുന്നില്ല. ഇനി പാസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, നേരത്തെ ഇഷ്യൂ ചെയ്ത് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ പോവുക. ഇനി വരുന്ന അപ്കമിങ് ഇഷ്യൂസ്, ഇനി പുതിയ IPO ഏതൊക്കെയാണ് ലിസ്റ്റ് ചെയ്തെന്ന് അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ പാസ്റ്റ് ഇഷ്യൂസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീക്ക് വൈസ് ഡേ വൈസ് കാണാൻ പറ്റും. ലാസ്റ്റ് വീക്കിൽ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് 1 ഇയർ ബാക്കിലുള്ള ഡേറ്റയും കിട്ടുന്നതായിരിക്കും. എന്തൊക്കെയാണ് ലിസ്റ്റ് ചെയ്തത്, എന്നാണ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത്, എല്ലാം കിട്ടും. അതുപോലെ തന്നെ ഇവിടെ അപ്കമിങ് ഇഷ്യൂസ്, അതായത് ഇനി വരുന്നത്, ഇന്ന് 17 ഓഗസ്റ്റ് ആണ്. ഇനി 19-ാം തീയതി, അതായത് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന ചൊവ്വാഴ്ച 19-ാം തീയതി ഏതൊക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, എന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കാണാം. അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് എത്രയാണ് എന്നുള്ള വിവരങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. പിന്നെ അവരെത്ര ഇഷ്യൂ ചെയ്യുന്നുണ്ട്, എത്ര ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ വീണ്ടും NSEയുടെ മെയിൻ സൈറ്റിലേക്ക് പോകുന്നു. NSEindia.com തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് ഈ ഡേറ്റ അപ്ഡേറ്റഡ് ആണെന്ന് അറിയണമെങ്കിൽ ഇവിടെ നോക്കിയാൽ അറിയാം. ഈ ഞാൻ കോളം ഇവിടെ കളർ ചെയ്യുന്നിടത്ത് കാണാം 14 ഓഗസ്റ്റ് 2025, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച. വെള്ളിയാഴ്ച അവധിയാണല്ലോ, ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് അവധിയായിരുന്നു. അപ്പോൾ 14 ഓഗസ്റ്റിനാണ് ലാസ്റ്റ് ട്രേഡ് നടന്നത്. അപ്പോൾ 3:30-ക്കുള്ള ഇന്ത്യൻ സമയം 3:30-ക്കുള്ള ഡേറ്റയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നിങ്ങൾ താഴേക്ക് പോന്നു കഴിഞ്ഞാൽ നിഫ്റ്റി 50, നെക്സ്റ്റ് 50 അതെല്ലാം കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇനി ഇതിൽ എത്ര ട്രേഡ് ചെയ്തിട്ടുണ്ട്, എത്ര സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് എന്ന് വെച്ചാൽ എത്ര സ്റ്റോക്കുകൾ പോസിറ്റീവാണ്, അത് എത്ര സ്റ്റോക്കുകൾ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ 100 രൂപയുടെ സ്റ്റോക്ക് 110 ആയിട്ടുണ്ടോ, അങ്ങനെ സ്റ്റോക്കുകൾ മുകളിലേക്ക് പോയാണ് അഡ്വാൻസസ് എന്ന് പറയുന്നത്. ഡിക്ലൈൻസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് താഴേക്ക് പോരും, ആ ദിവസം
സ്റ്റോക്ക് നെഗറ്റീവ് ട്രെൻഡാണ് പോയിരിക്കുന്നത്. യാതൊരു മാറ്റവും ഇല്ലാതെ തുടർന്നേക്കുന്നതാണ് 105 അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 52 വീക്ക് ഹൈയിലുള്ള എത്ര സ്റ്റോക്കുകളുണ്ട് അതിൻ്റെ ലിസ്റ്റ് കിട്ടും. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, സ്റ്റോക്കിൻ്റെ ലിസ്റ്റ് നെക്സ്റ്റ് പേജിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, PDF ആയിട്ടും അല്ലെങ്കിൽ Excel ആയിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ആയി നിങ്ങൾക്ക് ഏറ്റവും കൂടിയത് അറിയണമെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ചിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അറിയാൻ സാധിക്കും. ഇപ്പോൾ 4500% കൂടി, അതിന് പല പെർസെൻറ്റേജുകളിൽ കൂടുന്നതിന് ഡേറ്റ ഇവിടെ കിട്ടുന്നതായിരിക്കും. നമ്മൾ വീണ്ടും NSEയുടെ ഹോം പേജിലേക്ക് പോവുകയാണ്. ഇനി ഈ പേജിൽ നിങ്ങൾക്ക് മാർക്കറ്റിന് ടേൺ ഓവർ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ഫുള്ളും നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തത് നമ്മൾ മെയിൻലി നമുക്ക് ആവശ്യമുള്ളത് നിഫ്റ്റി 50യിൽ എത്ര സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അതറിയുന്നതിനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഈ വരയ്ക്കുന്നിടത്ത് നിഫ്റ്റി 50 എന്ന് കണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഫ്റ്റി 50യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നറിയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. ഞാൻ ഈ വരയ്ക്കുന്ന നിഫ്റ്റി 50 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്റ്റോക്കുകളുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ നിഫ്റ്റി 50യിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് അടുത്ത ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ പേജിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾ കണ്ടു കാണാം ടോപ്പ് 5 സ്റ്റോക്സ്. ഇവിടെ കണ്ട വ്യൂ മോർ എന്നുണ്ട്. അപ്പോൾ ഈ വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത പേജിലേക്ക് പോകും. ഇവിടെ ക്ലിക്ക് ചെയ്യുക, അടുത്ത പേജ് ഓപ്പൺ ആയി. ഈ പേജിൽ നിങ്ങൾക്ക് നിഫ്റ്റി 50യുടെ സ്റ്റോക്കുകളെല്ലാം കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം നിഫ്റ്റി 50ആണ്, താഴേക്ക് വരുന്നതെല്ലാം. ഇവിടെ നിങ്ങൾ കാണുന്ന ഇതെല്ലാം നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്കുകളാണ്. 50 സ്റ്റോക്കുകളാണ് ഇതിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റോക്കുകൾ അറിയണമെന്നുണ്ടെങ്കിൽ, നിഫ്റ്റി നെക്സ്റ്റ് 50യുടെ സ്റ്റോക്കുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഫ്റ്റി നെക്സ്റ്റ് 50 കാണാം. നിഫ്റ്റി ബാങ്ക് ഉണ്ട്. സപ്പോസ് ഞാൻ എക്സാമ്പിളിന് വേണ്ടി നിഫ്റ്റി ബാങ്ക് എടുക്കുകയാണ്. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളെല്ലാം ലിസ്റ്റ് ഇവിടെ ഉണ്ടാവും. അതിൻ്റെ ഓപ്പൺ പ്രൈസ് എത്രയാണ്, ഇതിൻ്റെ ഓപ്പൺ എത്രയാണ്, അന്നത്തെ ഓപ്പണിംഗ് പ്രൈസ്, ഹൈ, ലോ, പ്രീവിയസ് ക്ലോസ് എത്രയാണ്, ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് എത്രയാണ്, അതുപോലെ തന്നെ എത്ര ചേഞ്ച് നടന്നു, പെർസെൻറ്റേജ് ചേഞ്ച്, ഇതെല്ലാം ഇവിടെ കിട്ടും. നിങ്ങൾക്ക് 52 വീക്ക് ഹൈ, ലോ, ആ ഡേറ്റ എല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും. എക്സാമ്പിളായിട്ട് നിങ്ങൾക്കൊരു ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ അവിടെ ഞെക്കുക. അത് ICICI ബാങ്ക് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ICICI ബാങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫുൾ ഡേറ്റ നമുക്ക് ഇവിടെ കിട്ടും, അടുത്ത പേജിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇത് വായിച്ച് നോക്കിയാൽ അത്യാവശ്യം ഡേറ്റ കിട്ടും. എത്ര ട്രേഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ അറിയാം, കിട്ടും. 52 വീക്ക് ഹൈ, ലോ, അതിൻ്റെ അപ്പർ ബാൻഡ് എത്രയാണ്, ലോവർ ബാൻഡ് എത്രയാണ്, അതെല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ജസ്റ്റ് ഈ സൈറ്റുകൾ വഴി കയറി പോവുക. പ്രത്യേകിച്ച് വേറെ പൈസ കൊടുത്ത് സോഫ്റ്റ്വെയർ ഒന്നും വാങ്ങേണ്ട ആവശ്യങ്ങളില്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. താഴേക്കെല്ലാം ഉണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ നിഫ്റ്റി 50, നിഫ്റ്റി നെക്സ്റ്റ് 50 ഉണ്ട്, നിഫ്റ്റി ബാങ്ക് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്. ഇതെല്ലാം ഇൻഡെക്സുകളാണ്. അതുപോലെ തന്നെ സെക്ടോറിയൽ ഇൻഡിസസ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഓരോ സെക്ടറുകൾ, ഇപ്പോൾ ഓട്ടോമോട്ടീവ് സെക്ടറിൻ്റെ നിഫ്റ്റി ഓട്ടോ ഉണ്ട്. ഇതിൽ ഓട്ടോമോട്ടീവ് സൈഡിലുള്ള സ്റ്റോക്കുകളെല്ലാം ഉണ്ടാവും. നിഫ്റ്റി IT ഉണ്ട്. ഇപ്പോൾ നിഫ്റ്റി IT എടുത്തു കഴിഞ്ഞാൽ IT കമ്പനികൾ ഏതൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടായിരിക്കും. താഴേക്ക് നിങ്ങൾ പോകുമ്പോൾ മീഡിയ ഉണ്ട്, ഫാർമയുണ്ട്, PSU ഉണ്ട്, ഓരോരോ സെക്ടർ വൈസ് ഉണ്ട്. അടുത്താണ് തീമാറ്റിക് ഇൻഡിസസ്. അതിൽ കമ്മോഡിറ്റീസ്, എനർജി, എവിടെയൊക്കെയാണ് കമ്പനീസ് ഉള്ളത് അതിൻ്റെ എല്ലാം ഡാറ്റ നിങ്ങൾ ഇവിടെ കിട്ടും. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇതിലെ ഒന്ന് പോയി നോക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഉള്ള ഡൗട്ടാണ് എന്നൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് അവധിയുള്ളത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ NSEയുടെ മെയിൻ സൈറ്റിൽ ഇവിടെ ഹോളിഡേയ്സ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് ഹോളിഡേയ്സ് എന്തൊക്കെയാണെന്നുള്ള ഫുൾ ഡേറ്റ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും.
ഈ ഡേറ്റുകളൊക്കെ അവധിയാണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഓഗസ്റ്റ് 15 കഴിഞ്ഞ വെള്ളിയാഴ്ച അവധിയായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്നുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ഫോറിനിലൊക്കെ ഉള്ളവർക്ക് ഇത് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ആവശ്യമാണ്. ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണോ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. യാതൊരു ചാർജുകളും ഇല്ല. ഫ്രീ ആണ്. അക്കൗണ്ട് ഓപ്പണിംഗ് എല്ലാം ഫ്രീ ആണ്. നമ്മുടെ ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ മന്ത്ലി സ്ട്രാറ്റജി ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കുന്നത് മാർക്കറ്റ് ഡേറ്റയാണ്. നമുക്ക് എന്തൊക്കെ ഡേറ്റകൾ ആവശ്യമുണ്ടോ ഇതെല്ലാം ഇവിടെ കിട്ടും. 52 വീക്ക് ലോ, ഹൈ, അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ എന്തൊക്കെ നോക്കുന്നുണ്ടോ അതെല്ലാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. മാർക്കറ്റ് ഡേറ്റ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഗെയിനേഴ്സ്, ലൂസേഴ്സ്, മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്ക് ഏതൊക്കെയാണ്, പിന്നെ 52 വീക്ക് ലോ, ഹൈ, വലിയ ഡീലുകൾ, ബൾക്ക് ഡീൽ ഏതൊക്കെയാണ്, എത്ര സ്റ്റോക്കുകൾ പോസിറ്റീവായിരുന്നു, എത്ര സ്റ്റോക്ക് നെഗറ്റീവായിരുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലുള്ളത്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉള്ളവർ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അതുപോലെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് അവിടെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്